ഇനി നമുക്ക് ചലച്ചിത്ര പഠനത്തിലേക്ക് കിടക്കാം. സിനിമ എന്ന തൊഴിലിടത്തെക്കുറിച്ച് പറയാം. സിനിമ അതിൻ്റെ ആരംഭദശയിൽ വെറും വൺ മാൻ ഷോ മാത്രമായിരുന്നു. അതായത് ഷൂട്ടിംഗ്, പ്രോസസ്സിംഗ്, പ്രൊജക്ഷൻ ഇവയെല്ലാം ക്യാമറാമാൻ എന്ന ഏക വ്യക്തി മാത്രമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. കാലക്രമത്തിൽ സിനിമ എന്ന പ്രസ്ഥാനം വളരുകയും ലക്ഷക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന ഒരു വ്യവസായ മേഖലയായി മാറുകയും ചെയ്തു. സിനിമ എന്നാൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമകൾ മാത്രമാണ് എന്ന് ധരിക്കരുത്. അവയെ ഫീച്ചർ ഫിലിമുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവ കൂടാതെയും ഉണ്ട് പിന്നെയും സിനിമകൾ. ദൈർഘ്യം കുറഞ്ഞ ഹ്രസ്വചിത്രങ്ങൾ, വിദ്യാഭ്യാസ സിനിമകൾ, അനിമേഷൻ സിനിമകൾ, ഡോക്യുമെൻ്ററി സിനിമകൾ, സർക്കാർ ജനങ്ങൾക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ന്യൂസ് റീലുകൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർമ്മാണ കമ്പനികൾ പുറത്തിറക്കുന്ന പരസ്യ ചിത്രങ്ങൾ എന്നിങ്ങനെ സിനിമകൾ പിന്നെയും ഉണ്ട്. എങ്കിലും സിനിമാ വ്യവസായം പ്രധാനമായും ആശ്രയിക്കുന്നത് ഫീച്ചർ ഫിലിമുകളെയാണ്. സിനിമ എന്ന തൊഴിലിടത്തെ പ്രധാനമായും 3ആയി തിരിക്കാം: നിർമ്മാണം, വിതരണം, പ്രദർശനം. അതായത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സിബിഷൻ എന്നിങ്ങനെ. പ്രധാന മൂലധനമായ പണം, സമയം, മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായ കഠിനാധ്വാനം, ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേരുന്ന നിർമ്മാണ ഘട്ടം തന്നെയാണ് സിനിമയുടെ മർമ്മ പ്രധാന ഘട്ടം. ഇനി വിതരണവും പ്രദർശനവും നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സിനിമാ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. നിർമ്മാണ ഘട്ടത്തെ നമുക്ക് 4ആയി തിരിക്കാം. 1 പ്ലാനിംഗ് സ്റ്റേജ്, 2 പ്രീ ഷൂട്ടിംഗ് സ്റ്റേജ്, 3 ഷൂട്ടിംഗ് സ്റ്റേജ്, 4 പോസ്റ്റ് ഷൂട്ടിംഗ് സ്റ്റേജ് എന്നിങ്ങനെ. ഇങ്ങനെ ഓരോ ഘട്ടമായി തിരിച്ച് പഠിക്കുന്നതാണ് കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുവാൻ കൂടുതൽ സഹായകമാവുക. നമുക്ക് ആദ്യഘട്ടമായ പ്ലാനിംഗ് സ്റ്റേജിലേക്ക് കിടക്കാം.